ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും സുഖവും ബലവും ആരോഗ്യവും നൽകി ദൈവത്തിൻ്റെ വചനവുമായി താങ്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരത്തിനായി നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ TV പ്രോഗ്രാമുകൾ കാണുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ചിലർ രഥങ്ങളെ ചൊല്ലി കുതിരകളെ ചൊല്ലി പ്രശംസിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ ഉയർത്തുന്നു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നയോളം നടത്തിയ ആ ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. നിന്നതല്ല ദൈവം നിർത്തിയതാണ്, നേടിയതല്ല ദൈവമെല്ലാം നൽകിയതാണ്. ആ ദൈവത്തിൻ്റെ ദാനങ്ങളെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ദൈവത്തിൻ്റെ ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴി നടത്തലിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇന്നയോളം നിലനിർത്തിയ ആ ദൈവം, ഇതുവരെ കരുതിയ ദൈവം, ഇത്രയേറെ സ്നേഹിച്ച ദൈവം, ആ ദൈവത്തിന് സകല മഹത്വവും നൽകുന്നു. തുടർന്നും നമുക്കൊരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. അല്പനേര ചിന്തയ്ക്കായി ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദർശനം, വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിന് നമ്മെക്കുറിച്ച് മനോഹരമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു പൈതൽ ജനിക്കുമ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ മാതാവിന് ഒരു സ്വപ്നമുണ്ട്. ഒരു മകൻ ജനിക്കുമ്പോൾ അതിനെക്കുറിച്ച് പിതാവിനൊരു സ്വപ്നമുണ്ട്. ഒരു തലമുറ ഉണ്ടാകുമ്പോൾ വലിയപ്പന്, വലിയമ്മച്ചയ്ക്ക്, കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് അതിനെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഒരു പുതിയതായി ഒരു വ്യക്തി സ്നാനപ്പെട്ട് സഭയിൽ വരുമ്പോൾ ദൈവദാസന്മാർക്ക് ഒരു സ്വപ്നമുണ്ട്. സ്കൂളിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു ചേർക്കുമ്പോൾ അധ്യാപകർക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ ഞാൻ വിളിച്ച് പറയട്ടെ, ദൈവാത്മാവിൽ ലോകം കാണുന്നത് പോലെയല്ല ദൈവം നമ്മെ കാണുന്നത്. ലോകം പുറമേ ഉള്ളത് കാണുമ്പോൾ അകമേ ഉള്ളത് കാണുന്ന ഒരു നല്ല ദൈവം. ലോകത്തിലെ ഒരു സ്കാനിങ് മെഷീനും അകത്തുള്ളതൊന്നും കാണുവാൻ കഴിയുന്നില്ല.
അകമേ ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത് മനുഷ്യൻ്റെ ശരീരത്തിലെ അകമേ ഉള്ള ആ അവയവങ്ങളെക്കുറിച്ചല്ല, അകത്തെ ചിന്തകളും അവനെക്കുറിച്ചുള്ള അവൻ്റെ ഭാവി എന്തായിത്തീരും, ഒരു മനുഷ്യൻ ആരായിത്തീരുമെന്നുള്ള ദർശനം ഈ ലോകത്തിലുള്ള ഒരു സ്കാനിങ് മെഷീനും ഒരു കമ്പ്യൂട്ടറിനും നിശ്ചയിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ആ മനുഷ്യനെക്കുറിച്ചുള്ള, ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് വലിയതാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ വിചാരങ്ങളെക്കാൾ എൻ്റെ വിചാരങ്ങൾ വലിയത്, നിൻ്റെ വഴികളേക്കാൾ എൻ്റെ വഴികൾ വലിയത്, നിൻ്റെ നിലവുകളേക്കാൾ എൻ്റെ നിലവുകൾ വലിയത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും വലിയതെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ ചിന്ത അത് വലിയതാണ്. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ദർശനമുണ്ട്, അത് വലിയതാണ്. അതിനെ എഴുതണം, അതിനെ വരയ്ക്കണം, അതിനെ കാണണം. ജോസേഫിനൊരു ദർശനമുണ്ടായിരുന്നു. തൻ്റെ 11 സഹോദരനേക്കാൾ, തൻ്റെ മാതാവിനെ, പിതാവിനേക്കാൾ തന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. താൻ ആരായിത്തീരുമെന്നുള്ള ദർശനം. നെഹെമ്യാവിനൊരു ദർശനമുണ്ടായിരുന്നു. ഇടിഞ്ഞു കിടക്കുന്ന മതിൽ എപ്രകാരം പണിയണം. ദാനിയേലിനൊരു ദർശനമുണ്ടായിരുന്നു. നമ്മെക്കുറിച്ച് നമുക്കൊരു ദർശനമുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസിനൊരു ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് ലാഭമായിരുന്നതെല്ലാം നഷ്ടമെന്ന് കരുതി ലാക്കിലേക്ക് അവൻ ഓടി. പത്രോസിനൊരു ദർശനം, കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ ലോകത്തിലെ നന്മകളെക്കാൾ ആ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ അവൻ ചിന്തിച്ചു. മോശയ്ക്കൊരു വലിയ ദർശനമുണ്ടായിരുന്നു. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ, മിസ്രയീമിലെ ധനത്തേക്കാൾ, മാനത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുവാൻ അവൻ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്കളുടെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരിക്കുക, അത് സമയം തെറ്റാതെ വരും. ഒരു അവധി വച്ചിരിക്കുകയാണ്. ഇന്ന ദിവസം, ഇന്ന തീയതിയിലേക്ക് താങ്കളുടെ ദർശനം പൂർത്തീകരിക്കപ്പെടും. താങ്കളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരും. താങ്കളുടെ മക്കളുടെ സ്ഥിതിക്കൊരു മാറ്റം വരും. താങ്കളെക്കുറിച്ച് ദൈവം വച്ചിരിക്കുന്ന ദർശനം തക്ക സമയത്ത് നിവർത്തീകരിക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നാം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കണം. ഞാൻ 1-2 ചിന്തകൾ പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ ആലോചന താങ്കളുടെ മുമ്പിൽ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പഴയ നിയമത്തിൽ യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഒരു ദർശനം നിവർത്തീകരിക്കപ്പെട്ടു. യോസേപ്പിന് ദൈവം ദർശനം നൽകി. ആ ദർശനത്തിന് എതിരായി പല സാഹചര്യങ്ങളും അന്നു മുതലുണ്ടായി. ആ ദർശനത്തിനെതിരായി സഹോദരന്മാർ 11 പേരെഴുന്നേറ്റു. യോസേപ്പിൻ്റെ ദർശനത്തിനെതിരായി പോത്തിഫാറിൻ്റെ ഭാര്യ എഴുന്നേറ്റു. യോസേപ്പിൻ്റെ ദർശനത്തിനെതിരായി പോത്തിഫാർ എഴുന്നേറ്റു. യോസേപ്പിൻ്റെ ദർശനത്തിനെതിരായി സ്വപ്നം കണ്ട് അതിൻ്റെ അർത്ഥം കേട്ട് ഉയർത്തപ്പെട്ട ഫറവോൻ്റെ ആ ജോലിക്കാർ അതിനെ മറന്നുപോയി. യോസേപ്പിൻ്റെ ദർശനത്തിന് എതിരായി അവനെ പിടിച്ച് ജയിലിലടച്ചു. സാഹചര്യങ്ങളെല്ലാം എതിരായി. എന്നാൽ യോസേപ്പ് തന്നെ ചിന്തിച്ച് കാണാം, ഇനി ഒരിക്കലും ഈ ജയിലിൽ നിന്ന്, ഈ കാരാഗ്രഹത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. എൻ്റെ ദർശനമെല്ലാം തീർന്നുപോയി. പ്രിയപ്പെട്ടവരെ, ദർശനം തന്ന ദൈവം ജീവനോടിരിക്കുന്നത് വരെ നിന്റെ ദർശനത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദർശനത്തിനെതിരായി അപവാദം പറഞ്ഞെന്ന് വരാം. ദർശനത്തിനെതിരായി പൊട്ടക്കിണറ്റിലിട്ടെന്ന് വരാം.
ദർശനം എന്തായി തീരുമെന്ന് അറിയേണ്ടതിന് നിന്നെ അടിമയായി ബന്ധിച്ച് ഇസ്മായേലിയർക്ക്, മീദിയാനിയർക്ക് ഈ ലോകത്തിൻ്റെ കാശ് മേടിച്ച് ധനത്തിന് നിന്നെ വിറ്റെന്ന് വരാം. ഇനി ഒരിക്കലും സൂര്യപ്രകാശം കാണാത്ത കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെന്ന് വരാം. എന്നാൽ ഈ ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം പുറമേ ഉള്ളത് കാണുന്നു, എന്നാൽ അകമേ മറ്റൊന്ന് നടന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ തുടർമാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് കരകയറുന്നതിന് മുൻപ് അടുത്ത പ്രതിസന്ധി. സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് പൊട്ടക്കിണറ്റിലേക്ക്, പൊട്ടക്കിണറ്റിൽ നിന്ന് ഇസ്മായിലിയരുടെ കരങ്ങളിലേക്ക്, ഇസ്മായിലിയരുടെ കരത്തിൽ നിന്ന് പോത്തിഫാറിൻ്റെ വീട്ടിലേക്ക്, പോത്തിഫാറിൻ്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക്, ഒന്നിൽ നിന്ന് അടുത്ത പ്രതികൂലം, അടുത്തത് ഒന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് അടുത്തത്. ഇങ്ങനെ പ്രതികൂലം ഒരു ഭാഗത്തു കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സന്തോഷിക്കുവാനിടയുണ്ട്. ഉത്സാഹിപ്പിക്കുക എന്ന് പകൽക്കാലം. കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ ബലപ്പെടുക. താങ്കളോട് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വഴിയിൽ കടഞ്ഞിട്ട് പോകുന്നവർ ദൈവമല്ല, വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവർ ദൈവമല്ല. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമയം തെറ്റത്തില്ല. അത് വൈകിയാൽ കാത്തിരിക്കുക. അത് തക്ക സമയത്തിലേക്ക് നിവർത്തീകരണത്തിലേക്ക് വരും. പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിന്നോട് ചില ആലോചനകൾ സംസാരിച്ചല്ലേ? നിന്റെ യൗവനകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൂതുക നിന്നോട് നൽകിയില്ലേ? നിന്റെ മാതാപിതാക്കളിൽ നിന്ന് ചില അവകാശങ്ങൾ ദൈവം കൈമാറി നൽകിയില്ലേ? നിന്നെക്കുറിച്ച് ലോകം ഇന്ന് പല വിധത്തിൽ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ഇനി നിനക്കൊരു വിമോചനമില്ലെന്ന് പറയാം. എന്നാൽ വാഗ്ദത്തം നൽകിയ ദൈവം ജീവനോടിരിക്കുന്നത് വരെ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രിയ ദൈവദാസ, ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ മരിക്കത്തില്ല, നീ ജീവനോടുകൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക. മാതാവേ, പിതാവേ, എൻ്റെ മക്കൾ നശിച്ചെന്ന് നീ പറയണ്ട. ദൈവം അവരെക്കുറിച്ചുള്ള വാഗ്ദത്ത നിവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജോസേഫിൻ്റെ ദർശനം നിവൃത്തീകരിക്കപ്പെടുവാൻ അവരിൽ ഉണ്ടായ യോഗ്യത എന്തല്ല? ഒന്ന്, ജോസേഫ് ദൈവഭയമുള്ളവനായിരുന്നു. ജോസേഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ടു. തന്നോടുകൂടെ ആ ദർശനം തന്ന ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ജോസേഫിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ജോസേഫ് എവിടെ പോയാലും അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ ദൈവം അവനോടുണ്ടായിരുന്നു. പോത്തിഫാറിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ ഏകാന്തതയിൽ കൂരിരുളിൻ്റെ താഴ്വരയിൽ കിടന്നപ്പോൾ ദൈവമുണ്ട്. പോത്തിഫാറിൻ്റെ ഭവനത്തിൽ ഒരു കാര്യസ്ഥനായി, ഒരു പ്രമാണിയായി, ഒരു സൂപ്പർവൈസറായി ഉയർത്തപ്പെട്ടപ്പോഴും ദൈവമുണ്ടായിരുന്നു. കുറ്റം കണ്ടുപിടിക്കപ്പെട്ട് അപവാദം പറഞ്ഞ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ദൈവമുണ്ടായിരുന്നു. അവർ ഗോഡ് വിൽ നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് അസ്. നെവർ 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 ഹി മിസ്അണ്ടർസ്റ്റാൻഡ്. പലപ്പോഴും നാം പറയാറുണ്ട്, അവർ എന്നെ തെറ്റിദ്ധരിച്ചു, ഫറവോൻ എന്നെ തെറ്റിദ്ധരിച്ചു, പോത്തിഫാർ എന്നെ തെറ്റിദ്ധരിച്ചു, എൻ്റെ സഹോദരന്മാർ തെറ്റിദ്ധരിച്ചു. എന്നാൽ ദൈവം ഒരിക്കലും ആരെയും തെറ്റിദ്ധരിക്കത്തില്ല. ഉള്ളതെല്ലാം അറിയുന്നവനായ ദൈവം. ജോസേഫിന് സത്യസന്ധത വെളിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണാനാണ് വന്നത്, നിങ്ങളെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. എന്നാൽ അവർ തെറ്റിദ്ധരിച്ചു. പോത്തിഫാരോട് വിളിച്ചു പറഞ്ഞു, യജമാനനെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നവൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ പോത്തിഫാർ തെറ്റിദ്ധരിച്ചു.
എന്തിന് കാരാഗൃഹത്തിൽ പോലും ഈ ജോസഫിന് ഉയർച്ചകളും നന്മകളും വന്നാലും ആരും അവനെ ഒരു സത്യസന്ധനായി ഏറ്റു കാണത്തില്ല. ലോകം തള്ളിയാലും തള്ളാത്ത ഒരു ദൈവം. കാരണം ദൈവത്തെ അവൻ ഭയപ്പെട്ടു. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. താങ്കളുടെ ജോലി സ്ഥലത്ത്, കുടുംബത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന അധ്വാനങ്ങളുടെ നടുവിൽ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ താങ്കളോടൊപ്പം ദൈവമുണ്ടായിരിക്കും. യഹോവ എനിക്ക് തുണ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. യഹോവയെ ആശ്രയിച്ച ജോസഫിൻ്റെ ദർശനം ഒരു ദിവസം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫോടുകൂടെ ദൈവമുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളായി, മാസങ്ങളായി, അത് ദീർഘവർഷങ്ങളായി. ഒരിക്കൽ ജോസഫ് കണ്ട സ്വപ്നം നിവൃത്തീകരിക്കുവാൻ പോകുന്നു. താങ്കളുടെ സ്വപ്നം നിവൃത്തീകരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര വർഷമായാലും ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറത്തില്ല, അത് നിവൃത്തീകരിക്കും. എൻ്റെ ചെറുപ്രായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. പ്രവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. ദർശനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. സന്തോഷത്തോടു കൂടെ ഈ വിശുദ്ധ വേദപുസ്തകം കൈ പിടിച്ചിട്ട് പറയാൻ പറ്റും, വാക്ക് പറഞ്ഞവൻ മാറാത്തവൻ, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. നിന്നതല്ല, ദൈവം നിർത്തിയതാ. സാഹചര്യങ്ങൾ എതിരായാലും മനുഷ്യരെതിരായാലും ദൈവം കൂടെയിരുന്നു. ഈ TV പ്രോഗ്രാമിൻ്റെ പേര് തന്നെ മരുഭൂമിയിലെ ദൈവസത്വം. കാരണം മരുഭൂമിയെപ്പോലുള്ളതായ അനുഭവങ്ങളിൽ കൂടെ ദൈവം നടത്തി. ജീവിതത്തിൽ പലവിധമായ മരുഭൂമിയുടെ അനുഭവങ്ങളുണ്ടായി, ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങളുണ്ടായി, മനുഷ്യർ അകന്നുമാറിയ അനുഭവങ്ങളുണ്ടായി. എന്നാൽ വിളിച്ചവൻ വിശ്വസ്തൻ, ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം തണലായിരുന്നു. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യർ നമുക്ക് എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തീകരിച്ചു. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ദൈവം നടത്തി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ദൈവവചനം അറിയിക്കുവാൻ ദൈവം സഹായിച്ചു. സഭകൾ ദൈവം നൽകി. ദൈവം എത്ര വിശ്വസ്തൻ! ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കേതുവായി കൂടി വ്യാപരിക്കുന്നു. ജോസഫിൻ്റെ സഹോദരന്മാരെല്ലാം എതിരായി എഴുന്നേറ്റപ്പോഴും, അപ്പൻ അവനെ ശാഠിച്ചപ്പോഴും, അമ്മ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും വാക്ക് പറഞ്ഞ ദൈവം കൂടെ ഉണ്ടായിരുന്നു. എന്ന് വിളിച്ചു പറയട്ടെ, നിന്റെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ചിന്തിക്കാം, സാഹചര്യത്തിൻ്റെ നടുവിൽ ഇതൊന്നും സംഭവിക്കത്തില്ല, ശത്രുവായ സാത്താൻ കാതിൽ വന്ന് മന്ത്രിക്കാം, നിന്റെ ദർശനം എവിടെ, നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം എവിടെ? എല്ലാം പരാജയം, എല്ലാം തകർന്നുപോയി. പത്രോസിനെ കണ്ട് വിളിച്ച സമയം യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പത്രോസിനെ കുറിച്ചുള്ള ദർശനം അതാണ്, നീ മനുഷ്യനെ പിടിക്കുന്നവനായിത്തീരും. ഇതാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു. നീ ഈ ലോകത്തിൽ പണിയുന്നത് സ്വർലോകത്തിൽ പണിയപ്പെടും, ആ സ്വർഗരാജ്യത്തിൽ പണിയപ്പെടും. ഇവിടെ നീ അടിക്കുന്നത് അവിടെയും അവിൽക്കപ്പെടും. എന്നാൽ വാക്ക് കേട്ടവൻ, വാഗ്ദത്തമുള്ളവൻ, ഇപ്പോൾ ആ ഗത്സമനെ തോട്ടത്തിൽ യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഉറങ്ങുകയാണ്. ഉറക്കത്തിൻ്റെ മയക്കത്തിലായിരിക്കുമ്പോൾ യേശുവിനെ പിടിക്കുവാൻ പടയാളികൾ വരുന്നു. പത്രോസ് എഴുന്നേറ്റ് അതിൽ ഒരു പടയാളിയുടെ കാതിൽ ചെവിയറ്റുപോകത്തക്ക നിലയിൽ വാളുകൊണ്ട് വെട്ടുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്തു. അവനെ ഓരോ കോടതികളായി വിചാരണ ചെയ്തു വരുമ്പോൾ അരമനമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലിരിക്കുന്ന ഒരു വേലക്കാരി വന്ന് ചോദിക്കുക, ഇവനും യേശുവോട് കൂടെ ഇരുന്നവൻ.
ആ വാക്കിന് മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. 1 വട്ടമല്ല 2 വട്ടം 3 വട്ടമെന്ന്. യേശുവിനെ അറിയത്തില്ല എന്ന് പോലും അവൻ വിളിച്ചു പറഞ്ഞു. തീരുന്നില്ല. വീണ്ടും വന്ന പത്രോസ് തൻ്റെ സ്നേഹിതന്മാരായ ശിഷ്യന്മാരെ കൂട്ടി വീണ്ടും ഏത് വല ഉപേക്ഷിച്ചോ അതെടുത്ത് മീൻ പിടിക്കുവാൻ കടന്നു പോകുന്നു. ജീവിതം മുഴുവനും പരാജയം. ദൈവം അവനെക്കുറിച്ചുള്ള വാഗ്ദത്തം നേരത്തെ പറഞ്ഞു. ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ടു. എല്ലാം പരാജയപ്പെട്ട വ്യക്തിയെ സന്ദർശിക്കുവാൻ വീണ്ടും യേശു ഗലിലയ കടത്തീരത്ത് വന്ന് അവനെ സന്ദർശിച്ച് അവന് വേണ്ടി അപ്പവും മീനും ഒരുക്കി അവൻ ആഹാരമായി അപ്പവും മീനും കൊടുത്തിട്ട് യേശു 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുൻപായി ശിമോൻ ഹൃദയം തകർന്ന് കരഞ്ഞു. യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരുന്നു. യേശുവിൻ്റെ അടുത്ത് അവൻ സമർപ്പിച്ച് കടന്നു വന്നു. തൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. യേശുവിൻ്റെ ഉയിർപ്പിന് ശേഷം, യേശു തന്നെ സന്ദർശിച്ചതിന് ശേഷം പത്രോസ് വീണ്ടും ദൈവത്തോട് അടുക്കുവാനിടയായി. 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച മാളികമുറിയിൽ പത്രോസും ഉണ്ടായിരുന്നു. പത്രോസും ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പത്രോസിനെ ദൈവം അഭിഷേകത്താൽ നിറച്ചു. അവനെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിൻ്റെ സമയമായപ്പോൾ, പെന്തക്കോസ്ത് എന്ന ദിവസം വന്നപ്പോൾ 120 പേർ കൂടിയിരുന്ന സ്ഥലത്ത് 11 അപ്പോസ്തലന്മാരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് വചനം പ്രസംഗിച്ചപ്പോൾ ആ ദർശനം നിവൃത്തീകരിക്കപ്പെട്ടു. യോവേൽ പ്രവാചകനിലൂടെ കേട്ട ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണം, അന്ത്യകാലത്ത് സർവ്വജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആ പ്രവചനം പത്രോസിലൂടെ നിവൃത്തീകരിക്കപ്പെടുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമയം തെറ്റത്തില്ല. അത് വൈകിയാലും കാത്തിരിക്കുക. അത് താമസിക്കുകയില്ല. അത് വരും നിശ്ചയം. ഈ സന്ദേശം കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് വിളിച്ചു പറയട്ടെ, താങ്കളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ ദർശനമുണ്ട്. ആ ദൈവിക ദർശനത്തെ നമ്മുടെ ദർശനമായി പ്രാപിക്കണം. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു ദർശനം വേണം. ഏതാ ദർശനം? KSCക്ക് പണത്തിൻ്റെ പുറകെ ഉള്ളതായ ഒരു ദർശനമുണ്ടായിരുന്നു. സിംസോന് തൻ്റെ കണ്ണിനെ സന്തോഷം നൽകുന്ന സ്ത്രീകളുടെ പുറകിലുള്ളതായ ദർശനം, പാവത്തിന് പുറകെയുള്ള ദർശനം. അബ്സലോം എന്ന് പറയുന്ന ദാവീദിൻ്റെ മകന് സിംഹാസനത്തെക്കുറിച്ചുള്ള ദർശനം. ദാവീദിൻ്റെ മകനായ അബ്സലോം ആ കൊട്ടാരത്തെയും ഭരണത്തെയും സ്ഥാനത്തെയും ദർശനം കണ്ടപ്പോൾ അവൻ കർവേലകത്തിൽ കുടുങ്ങി മരിച്ചുപോയി. സിംസോൻ തൻ്റെ കണ്ണിന് കൊള്ളാമെന്ന പെണ്ണുങ്ങളുടെ മേൽ, സ്ത്രീകളുടെ മേൽ അവൻ മോഹം കൊണ്ടപ്പോൾ ആ ദർശനം അവൻ്റെ കണ്ണിനെ നഷ്ടപ്പെടുത്തി. KSC ആ പണത്തിന് പുറകെയുള്ള ദർശനം കൊണ്ട് ഓടിയപ്പോൾ അവൻ കുഷ്ഠരോഗിയായി മാറി. ഈ വക ലോകത്തിൻ്റെ പുറകെയുള്ള ദർശനങ്ങളല്ല നമുക്കാവശ്യം. നമുക്കാവശ്യമായ ദർശനം ദൈവികമായതായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകനെക്കുറിച്ച് നാം വായിച്ചാൽ അതിൻ്റെ 6-ാം അധ്യായം, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നു. തൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ യെശയ്യാവ് ഒരു ദർശനം കണ്ടു. ആ ദർശനം ദൈവത്തിൻ്റെ ദർശനം. ഇന്ന് നമുക്കാവശ്യം പണത്തിൻ്റെ ദർശനമല്ല, ലോക സൗന്ദര്യങ്ങളുടെ ദർശനമല്ല, സ്ഥാനമാനങ്ങളുടെ ദർശനമല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദർശനം, രാജാതിരാജാവിൻ്റെ ദർശനം. ആ ദർശനം കണ്ട് യെശയ്യാവ് ഇപ്രകാരം പറയുന്നു,
കേരുബികൾ, ശേരാബുകൾ ആ 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്ന്, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, സൈന്യം കൊണ്ട് ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ദൈവത്തെ കണ്ട യെശയ്യാവ് പറയുന്നു, അയ്യോ ഞാൻ അരിശനായ ഒരു മനുഷ്യൻ, അശുദ്ധമായ അതരങ്ങളുള്ളതായ ഒരു മനുഷ്യൻ. സൈന്യങ്ങളുടെ രാജാവിനെ എൻ്റെ കണ്ണുകൾ കണ്ടല്ലോ. രാജാവിൻ്റെ ദർശനം പ്രാപിച്ചവൻ തന്നെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ളവനായി മാറി. അയ്യോ എനിക്ക് കഷ്ടമെന്നവൻ പറയുവാനിടയായി. ദൈവത്തിൻ്റെ അഗ്നി അവൻ്റെ അതരങ്ങളെ തൊട്ടു. അവൻ മൂന്നാമതൊരു വാക്ക് കേൾക്കുന്നു, അയ്യോ ഞാൻ ആരെ അയക്കേണ്ട, ആര് എനിക്ക് വേണ്ടി പോകും എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവൻ തന്നെ സമർപ്പിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള ദർശനം, ദൈവിക ദർശനം, തന്നെക്കുറിച്ചുള്ള ദർശനം, ഈ ദർശനം പ്രാപിച്ചവ ലോകത്തെക്കുറിച്ചുള്ള ദർശനം പ്രാപിക്കും. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദൈവിക ദർശനം പ്രാപിച്ച ദൈവ പൈതലെ, താങ്കളെക്കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിക്കുക. താങ്കളെക്കുറിച്ചുള്ള ദർശനമുണ്ടെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ദർശനമുണ്ടാകും. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മാൽ ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്യും. പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ താങ്കളെക്കുറിച്ചുള്ള ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാൻ പോകുന്നു. ആ ദൈവഭയമുള്ളവരായി തീരാം. പത്രോസിനെ പോലെ മടങ്ങി വരാം. പത്രോസിനെ പോലെ ദൈവസന്നിധിയിലേക്ക് ദൈവജനത്തോടു കൂടെ നിന്ന് പ്രാർത്ഥിക്കാം. ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ട എളിയവരായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. ദർശനം വിട്ടു പോയവർ മടങ്ങി വരട്ടെ. ദർശനം നഷ്ടപ്പെട്ടവർ വീണ്ടും പ്രാപിക്കട്ടെ. യോസേപ്പിനെ പോലെ നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ദർശനങ്ങൾ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുള്ള ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കൃപ നൽകും. സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് വിടുവിക്കും. മഹത്വം അങ്ങയ്ക്ക്. രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഈ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ഒരു മടങ്ങി വരവിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ. സന്ദേശം കേട്ട എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എല്ലാ ആഴ്ചകളിലും ഇതേ സമയം ഈ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മറ്റുള്ളവരെയും അറിയിക്കുക. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങൾ കുടുംബമായി, സഭയായി, വിശ്വാസികളായി ഒരുമിച്ച് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. മേ ഗാഡ് ബ്ലെസ് യു. ആമേൻ.